നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷയുടെ ഒരു പ്രധാനപ്പെട്ട സംഭവം രേഖപ്പെടുത്തിയിരിക്കുന്ന അധ്യായമാണ് മർക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം. നമുക്കെല്ലാം സുപരിചിതമായ ഒരു അധ്യായമാണ്. അവിടെയാണ് ഈ മറുരൂപ മലയുടെ കാര്യം, കർത്താവായ യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷയിൽ നടന്ന മറുരൂപ മലയുടെ ഭാഗം രേഖപ്പെടുത്തിയിരിക്കുന്നത്. നാം മനസ്സിലാക്കണമെന്ന് സ്വർഗം ആഗ്രഹിക്കുന്ന വളരെ പ്രധാനപ്പെട്ട കുറെ സത്യങ്ങൾ ആ സംഭവത്തിനകത്തുണ്ട്. അതൊരു കോ ഇൻസിഡന്റലി നടന്നൊരു കാര്യമല്ല. വളരെ പർപ്പസ്ലി സ്വർഗം പ്ലാൻ ചെയ്ത വളരെ വളരെ വെൽ പ്ലാൻഡ് ആയ ഒരു സംഭവമായിരുന്നു മർക്കോസിന്റെ സുവിശേഷത്തിൽ സുവിശേഷങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന മറുരൂപമല. അവിടെ എല്ലാവരും ഇല്ല. യേശുക്രിസ്തുവിന്റെ ഇന്നർ സർക്കിളിൽപ്പെട്ട 3 പേർ, പത്രോസ്, യാക്കോബ്, യോഹന്നാൻ, അവരുമായിട്ട് യേശുക്രിസ്തു മല കയറി ചെല്ലുകയും അവിടെ നടക്കുന്ന കുറെ കാര്യങ്ങൾ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്നാൽ അവിടെ ഏറ്റവും ഹൈലൈറ്റഡ് ആയി പറഞ്ഞിരിക്കുന്ന വാക്കുകൾ പലപ്പോഴും നമ്മൾ മിസ് ചെയ്യുന്നുണ്ട്. അവിടെ സംഭവിക്കുന്ന കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് യേശുക്രിസ്തുവിന്റെ ഭാവം മാറുകയാണ്. ശിഷ്യന്മാർ ഇതുവരെ കണ്ടിട്ടില്ലാത്ത, ശിഷ്യന്മാർക്കറിയാം യേശുക്രിസ്തു ദൈവമാണെന്നുള്ളതിന്റെ എല്ലാ മേഖലകളും അവർക്കറിയാമെങ്കിലും അവിടെ വെച്ച് വ്യത്യാസമുണ്ടാകുന്നു. തന്നെ വസ്ത്രത്തിന് വ്യത്യാസമുണ്ടാകുന്നു. ആ വസ്ത്രത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഭൂമിയിലെ ഒരലക്കുകാരനും അലക്കി വെളുപ്പിക്കാൻ പറ്റാത്ത പോലെ യേശുക്രിസ്തുവിന്റെ വസ്ത്രം വെളുത്തുപോയി എന്നെഴുതിയിരിക്കുന്നു. തന്റെ മുഖം മാറി, തന്റെ രൂപം മാറി. അതൊന്നും അവരെ പേടിപ്പിച്ചില്ല. അതൊന്നും അവരെ ശിഷ്യന്മാർക്ക് പേടിയോ ഭീതിയോ ഉണ്ടായില്ല. കാര്യം അവർ യേശുവിൽ നിന്നും പ്രതീക്ഷിക്കുന്നതാണ്, അവർ യേശുവിൽ കണ്ടിട്ടുള്ളതാണ്. പല രീതിയിൽ യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തെ അവർ അടുത്തറിഞ്ഞവരാണ്. എന്നാൽ പെട്ടെന്ന് ആ സീനിലേക്ക് 2 പേർ കയറി വരികയാണ്. മോശയും ഏലിയാവും ആ സീനിലേക്ക് പെട്ടെന്ന് കയറി വരികയാണ്. മോശയും ഏലിയാവും കണ്ടു കഴിഞ്ഞപ്പോൾ പത്രോസ് പറയുന്ന വാക്കുകളുടെ കൂട്ടത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു വാക്കാണ് ഭയപരവശനായി തീർന്നു എന്ന് എഴുതിയിരിക്കുകയാണ്. കാര്യം 2 പ്രതിനിധികളാണ് അവിടെ വരുന്നത്. ഒന്ന് ന്യായപ്രമാണത്തിന്റെ പ്രതിനിധിയായി മോശ കയറി വരുന്നു, പ്രവാചകന്മാരുടെ പ്രതിനിധിയായി ഏലിയാവ് കയറി വരുന്നു. അപ്പൊ ഈ മോശയുടെ മുമ്പിലോ ന്യായപ്രമാണത്തിന്റെ മുമ്പിലോ പ്രവാചകന്മാരുടെ മുമ്പിലോ നിൽക്കുവാൻ പഴയ നിയമത്തിൽ ഒരു കരുത്തനായ മനുഷ്യനും കഴിയത്തില്ല. അവരെ കണ്ടപ്പോൾ പത്രോസ് ഭയപരവശനായി തീർന്നിട്ട് പറയുകയാണ്, ഇവിടെ നമുക്ക് 3 കുടിൽ കെട്ടാം. ഇങ്ങനെ തികച്ചും അസ്വാഭാവികമായ വാക്കുകളാണ് പത്രോസിൽ നിന്നും പുറത്തു വരുന്നത്. ഏലിയാവിനെ കണ്ട്, മോശയെ കണ്ട് പേടിച്ചു നിൽക്കുന്ന പത്രോസിന്റെ മുമ്പിൽ അടുത്ത ഒരു മേഘം വന്ന് മൂടുകയും ആ ഒരു മേഘം വന്ന് അവരുടെ നിഴലിട്ടിട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു ശബ്ദം സ്വർഗം കൈമാറുകയാണ്. ഒരുപക്ഷെങ്കിൽ മറുരൂപ മലയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ക്രീം വോയിസായ പിതാവായ ദൈവത്തിന്റെ ശബ്ദം. അവിടുത്തെ ശബ്ദത്തെക്കാൾ, യേശുവിന്റെ ശബ്ദത്തെക്കാൾ, മോശയുടെയും ഏലിയാവിന്റെയും ശബ്ദത്തെക്കാൾ, പത്രോസിന്റെ ശബ്ദത്തെക്കാൾ ഏറ്റവും പ്രധാനപ്പെട്ട ശബ്ദം പിതാവായ ദൈവം അവിടെ ഉപയോഗിക്കുകയാണ്. ആ ശബ്ദം ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവന് ചെവി കൊടുപ്പീൻ. ഇത് പറയുകയും ആ സീനിൽ നിന്നും മോശയും ഏലിയാവും അപ്രത്യക്ഷമാവുകയാണ്. എന്താണ് അവിടെ നിന്നും പ്രധാനമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്? നാളിതുവരെ നാം ചെവി കൊടുത്തിരുന്നത് മോശയുടെ ന്യായപ്രമാണത്തിനകത്തും പഴയ നിയമ പ്രവാചകന്മാർക്കുമായിരുന്നു ചെവി കൊടുത്തുകൊണ്ടിരുന്നത്. പുതിയ നിയമത്തിന്റെ മറുരൂപ മലയിൽ യേശു കർത്താവ് പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന്, നിങ്ങൾ ഇനി ചെവി കൊടുക്കേണ്ടത് മോശയ്ക്കല്ല, നിങ്ങൾ ഇനി ചെവി കൊടുക്കേണ്ടത് പഴയ നിയമ പ്രവാചകനല്ല, നിങ്ങൾ ഇനി ചെവി കൊടുക്കേണ്ടത് കർത്താവായ യേശുക്രിസ്തുവിനാണ്. യേശുക്രിസ്തുവിന്റെ ആ പ്രത്യേകതയും യേശുക്രിസ്തുവിന്റെ ടീച്ചിങ്ങിന്റെ യുണീക്നെസ്സും പുതിയ നിയമത്തിന്റെ ആധികാരികമായ സന്ദേശങ്ങളിൽ ഒന്നുമാണ് ആ മറുരൂപ മലയിൽ വെളിപ്പെടുന്നത്. അതിന്റെ ശരിയായ വെളിപ്പാടില്ലെങ്കിൽ ഇന്നും നമ്മൾ മോശയുടെയും ഇന്നും നമ്മൾ പ്രവാചകന്മാരുടെയും പുറകിൽ നടക്കും. ഏറ്റവും പ്രധാനമായി നമ്മൾ മിസ് ചെയ്യേണ്ടാത്ത കാര്യമാണ് കർത്താവായ യേശുക്രിസ്തുവിന്റെ വാക്കിന് ചെവി കൊടുക്കുവാൻ. എന്താണ് പുതിയ നിയമം? പുതിയ നിയമം മറ്റൊന്നുമല്ല, ന്യായപ്രമാണത്തിന്റെ ശാപത്തിൽ നിന്നും നമ്മളെ വിലയ്ക്ക് വാങ്ങി നമ്മളെ പുത്രന്മാരും പുത്രിമാരുമാക്കി തീർത്തു. അതാണ് പുതിയ നിയമത്തിന്റെ ഏറ്റവും വലിയ വെളിപ്പാട്. അത് നിങ്ങൾക്ക് മനസ്സിലാക്കണമെങ്കിൽ യേശുക്രിസ്തുവിന്റെ പഠിപ്പിക്കലുകൾക്കും പുതിയ നിയമത്തിന്റെ ടീച്ചിങ്ങുകൾക്കും നിങ്ങൾക്ക് ചെവി കൊടുക്കാൻ പറ്റണം. പിതാവായ ദൈവം പറയുന്നത്, ന്യായപ്രമാണം കൊടുത്തത് ഞാനാണ്, പ്രവാചകന്മാരോട് കൂടെ സംസാരിച്ചത് ഞാനാണ്. പക്ഷേ
യേശു ക്രിസ്തു വന്നിരിക്കുന്നു, ഇനി നിങ്ങൾ പുത്രനായ യേശു ക്രിസ്തുവിന് ചെവി കൊടുപ്പീൻ. നിങ്ങളുടെ ചിന്താഗതികളെ മാറ്റുന്നതാണ് ശരിക്കും മറുരൂപ മലയിൽ. ആ സീനിൽ നിന്നും മോശ ഫെയ്ഡായി പോകുകയാണ്, പ്രവാചകൻ ഫെയ്ഡായി പോവുകയാണ്. പഴയ നിയമത്തെ മുഴുവൻ ഫെയ്ഡാക്കി കളയുന്നതാണ് പുതിയ നിയമത്തിന്റെ ശുശ്രൂഷ. അക്ഷരം കൊല്ലുന്നു, ആത്മാവ് ജീവിപ്പിക്കുന്നു. കല്ലിൽ അക്ഷരമായി കൊത്തിവെച്ച മരണ ശുശ്രൂഷ തേജസ്സുള്ളതായിരുന്നെങ്കിൽ ആ ജീവന്റെ ശുശ്രൂഷ, തേജസ്സിന്റെ ശുശ്രൂഷ എത്രയധികം തേജസ്സുള്ളതാകുന്നു. മരരൂപയിൽ കൂടെ കർത്താവ് നമ്മളോട് പഠിപ്പിക്കുന്ന ആ ദൈവിക സന്ദേശം മനസ്സിലാക്കുക. ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവന് ചെവി കൊടുപ്പീൻ. മേ ഗോഡ് ബ്ലസ് യു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.